ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഫുൾ എത്നിക് കളക്ഷൻസ് ആണ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. 3 പീസ് കളക്ഷൻസ്, 2 പീസ് കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ കുറേ കളക്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് എഫോർട്ടായിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്ത് അടിപൊളി കളക്ഷൻസാണ് ഇത്. വെയർ ചെയ്തിരിക്കുന്ന ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ ആണ്. ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ അന്യ ഡിസൈനർ എന്നുള്ളത് എപ്പോഴും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയ റേഞ്ചിലാണ്. 400, 500, 800, 1000 ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ 3 പീസിൻ്റെ ഒരു കളക്ഷനാണ് വരുന്നത്. ടോപ്പ് നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് സൈഡ് കട്ടായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ വീനേക്കാണ് നെക്കിൻ്റെ പോർഷൻ വരുന്നത്. സൈഡിൽ ഇങ്ങനെ ഒരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തത്. ഈ പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കലംകാരിയുടെ പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ വൺ സൈഡ് പോക്കറ്റ് ഈ സൈഡിലും ഉണ്ടോ. ഇത് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. പിന്നെ ഖാദി കോട്ടൺ മെറ്റീരിയലാണ്, നോർമൽ കോട്ടൺ അല്ല, ഖാദി കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ സ്ലീവിൻ്റെ ഈ പോർഷനിൽ കാണുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. പ്രിൻ്റ് അല്ല കേട്ടോ, ഫുൾ എംബ്രോയ്ഡറി. അതേപോലെ തന്നെ പാൻറ്റ് വന്നിരിക്കുന്നത് പലാസോ, സെമി പലാസോ ടൈപ്പ് കലംകാരിയാണ് മെറ്റീരിയൽ വരുന്നത്, പ്രിൻറ്റ് വരുന്നത്. അതുപോലെ വൺ സൈഡ് പോക്കറ്റ് ഇതിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലും അതുപോലെ ബോട്ടത്തിൽ രണ്ടിലും നമുക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ദുപ്പട്ട ഫുൾ കലംകാരി പ്രിൻറ്റിലാണ് കേട്ടോ. ഇതാ കലംകാരി പ്രിൻറ്റിലാണ് ഫുൾ ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഓവറോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു ആ ഒരു കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് ആ ഒരു കലംകാരി സ്റ്റൈലിലുള്ള ആ ഒരു കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. കളേഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബേസ് ആയിരിക്കും. ഇതിൻ്റെ ഈ ദുപ്പട്ടയിൽ ഈ റെഡ് കളറില്ല, ആ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു 7 കളർ ഉണ്ടെങ്കിലും ഇപ്പോൾ നിലവിലെ സ്റ്റോക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. അപ്പം ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ ലാർജ് സൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത ഇയറിംഗ് എന്ന് പറയുന്നത് ഇതും ആമസോണിൽ നിന്നാണ്. ഒരു എത്നിക് സ്റ്റൈലിലുള്ളതാണ്. അതിൽ കുന്തൻ്റെ സ്റ്റോൺ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ലുക്ക് കാണുമ്പോൾ ഇതാണ്. ഇതിന് കളർ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതൊരു എത്നിക് സ്റ്റൈലിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. പിന്നെ പെയർ ചെയ്തിരിക്കുന്ന ചെരുപ്പ് ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്നാണ്. ഷൂട്ടോപ്പിയ ഇതിൻ്റെ തന്നെ സാൻഡൽ ടൈപ്പായിട്ട് വരുന്നുണ്ട്, ബാക്കിൽ ബക്കൽ ടൈപ്പായിട്ട് വരുന്നുണ്ട്, ഇങ്ങനത്തെ ടൈപ്പായിട്ട് വരുന്നുണ്ട്. രണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട്. രണ്ടും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാനായിട്ട് സൂപ്പറാണ്. ഫംഗ്ഷന് മാത്രമല്ല കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ഹീല് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആണ്, നോർമൽ പോലെയല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹീലാണ്. അപ്പോൾ നടക്കുമ്പോൾ ചെറിയൊരു കടക്കട ശബ്ദം ഉണ്ടാവും. അത് നോക്കി നടന്നാൽ മതി. നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ നടക്കാനായിട്ട് പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് 40 ആണ് ഞാൻ യൂസ് ചെയ്ത സൈസ്. മീൻസ് ഞാൻ മേടിച്ച സൈസ് 70 എന്ന് പറയുമ്പോൾ 40. അപ്പോൾ നിങ്ങളുടെ ട്രൂ സൈസ് ഏതാണെന്ന് വെച്ചാൽ അത് മേടിച്ചാൽ മതിട്ടാ. ഇതാണ് ഓവറോൾ ലുക്ക്. കുറേ നാളായി ഞാനിത് യൂസ് ചെയ്യണം കേട്ടോ. കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു ചെരുപ്പ് ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്ന്. പിന്നെ ഒരു ചെരുപ്പ് മേടിച്ചതേ ബാറ്റേരയാണ്. ബാറ്റേര എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഒരു തവണ ഇതിൻ്റെ റെഡ് മറൂൺ ഷെയ്ഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു 2 കൊല്ലത്തോളം. ചെരുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ യൂസ് ചെയ്യും തോറും അതിൽ തേയ്മാനം വരും. അതിൻ്റെ ഒരു ഇത് പോകും, എത്ര വലിയ ബ്രാൻഡ് നമ്മൾ മേടിച്ചാലും. പക്ഷേ ഞാനിത് ഒരു റെഡ് കളർ, മെറൂൺ കളർ തന്നെ മേടിച്ചത്. നല്ല എനിക്ക് വേറെ ഇത് നടക്കാനും കംഫർട്ടബിളാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ബ്ലാക്കാണ് പിക്ക് ചെയ്തത്. ബാറ്റേര ചെരുപ്പാണ്, 7 ആണ് സൈസ്. ഇതിൽ ഹീൽ വരുന്നത് ഇത്ര കിട്ടൺ ഹീൽ ടൈപ്പാണ് വരുന്നത്. ഭയങ്കര കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ട്. ഇവിടെ എലാസ്റ്റിക് ആണ് ഇത് വരുന്നത്. ചെരുപ്പിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാ പെണ്ണുങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവമാണ്. ഇത് 40 ആണ് കേട്ടോ. ഇതും മേടിച്ചിരിക്കുന്ന സൈസ് ബാറ്റേര ബ്രാൻഡ്. ഇതിൽ 4 കളേഴ്സ് അവൈലബിൾ ആണ്. മറൂൺ, പിന്നെ ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഒരു 2 ഷെയ്ഡ് കൂടെ ഉണ്ട്. ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. 3 പീസിൻ്റെ സെറ്റാണ് ഇത് വരുന്നത്. കോട്ടൺ, പക്ക കോട്ടൻ്റെ പ്യുവർ മെറ്റീരിയൽ, ഫുൾ എംബ്രോയ്ഡറിയുടെ ബ്യൂട്ട വർക്കാണ്. മെയിനായിട്ട് ഇതിൻ്റെ നെക്കാണ് എനിക്കിഷ്ടമായിട്ടുള്ളത്. വി നെക്ക്, ആ കാണുന്നത് ഗോൾഡിൻ്റെ, അത് ഫുൾ സെറി വർക്കാണ് ഇത് വരുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു എ-ലൈൻ സ്റ്റൈലാണ്. എ-ലൈൻ എന്ന് പറഞ്ഞാലും നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കൂടെ ബോട്ടം പ്ലെയിൻ ആണ്. പിന്നെ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട ഓർഗൻസ ആണ്, പക്ഷേ സിൽക്ക് ഓർഗൻസ ടൈപ്പ്
പ്യുവർ ഓർഗൻസ അല്ല, പ്യുവർ ഓർഗൻസ ഒന്നും ഈ റേറ്റിലൊന്നും കിട്ടില്ല. നോർമൽ ഓർഗൻസ, അതിൽ സൈഡിൽ ഇങ്ങനെ ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ ലുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ 3 പീസിൻ്റെ സെറ്റ് ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന. സൈസ് ഇതിൽ വേറെ കളർ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല, ഈ ഒരൊറ്റ ഷെയ്ഡുള്ളൂ കേട്ടോ. സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒക്കെ എനിക്കിഷ്ടമായി, നല്ല മെറ്റീരിയലൊക്കെ നല്ല കോട്ടനാണ്. ഇഷീൻ ബ്രാൻഡിൻ്റെ കോട്ട് സെറ്റാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു അടിപൊളി നീലയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കളർ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോട്ട് സെറ്റാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നീര മുകളിലായിരിക്കും മിക്കതും ഉണ്ടാവുക. അപ്പം നീര മുകളിലാണ്, അപ്പ് ആൻഡ് ഡൗൺ സ്റ്റൈലിലാണ് ഇത് വരുന്നത്. നീര മുകളിലും പിന്നെ ബാക്ക് സൈഡ് കുറച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട്, പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ ഈ ഇടയിൽ കാണുന്ന ഡോട്ട്സ് ഒക്കെ പ്രിൻറ്റഡ് ആണ്, ഇതും പ്രിൻറ്റഡ് ആണ്. ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ത്രെഡ് വർക്ക് വരുന്നുള്ളൂ. ബാക്കി ഓവറോൾ ഡോട്ട്സ് കാണുന്നത് മൊത്തം പ്രിൻ്റാണ്. പിന്നെ ഇതിന് കൂടെ പോക്കറ്റ് ഉണ്ടായിരുന്നു എന്നൊരു സംശയം. പാൻറ് ഉണ്ട്, എന്തായാലും പലാസോ ആണ് വരുന്നത്. പലാസോ എന്ന് പറയുമ്പോൾ ഫുൾ പ്രിൻറ്റഡ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ഒരു പലാസോ. അത് മുട്ടിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത്. അത് അത്രയും മതി. അപ്പോൾ അത് പ്രിൻ്റാണ്, ഇത് പ്രിൻ്റാണ്. പക്ഷേ ഇത് എംബ്രോയ്ഡറി ആണ്. ഇഷീൻ ബ്രാൻഡ്, ഇഷീൻ നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ലാർജ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് സെയിൽ കാര്യങ്ങൾ എല്ലാ മാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെയിലുള്ളതാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ ലിങ്ക് ഒന്ന് കുത്തിയാൽ മതി. അപ്പോൾ ഡയറക്റ്റ് ആമസോൺ സൈറ്റിൽ പോകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും കേട്ടോ റേറ്റ്. അപ്പോൾ ഞാൻ മേടിച്ച റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. അത് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആമസോണിൻ്റെ ഇനിയും ഞാൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.